രാജസാറ് പറഞ്ഞത് എനിക്ക് ടാറ്റ എന്ന് പറയുന്ന വരി വരുന്ന രീതിയിലാണ് ഈ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് ആറ്റിൻകരയോരത്ത് ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ എന്ന് പറഞ്ഞ ടാ എന്ന് വെച്ചു. ഇൻസ്റ്റയുടെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് നമ്മളൊക്കെ 90 സെക്കൻഡിലേക്കും 30 സെക്കൻഡിലേക്കും ഒരുങ്ങിയ ആളാണ്. അതായത് ഒരു പാട്ട് പല്ലവി അനുപല്ലവി എന്നുള്ളതിനപ്പുറം ആ 30 സെക്കൻഡിനുള്ള ഒരു ഭാഗം അതിൽ വെക്കുക. ലവ് സോങ്ങിലാണ് ആകാശത്ത് ചന്ദ്രൻ ഈ ദോശത്തട്ടിൽ ഓംലെറ്റ് ഒഴിച്ച പോലെ എന്ന് പറയുന്ന ഒരു ഉപമ വന്നിരുന്നു. നമ്മുടെ അവിടെ അങ്ങനെ ഒന്നും ആയിക്കഴിഞ്ഞാൽ അതൊരു തമാശപ്പാട്ടായിട്ടാണ് പലപ്പോഴും കണ്ടിരുന്നത്. ഓലഞ്ഞാലിക്കുരുവി അതിൽ 83-ലെ പാട്ടും ഒക്കെയാണ് എനിക്ക് ഇവിടെ ഒരു ഇടം ഉണ്ടാക്കി തന്നത്. ഹരിനാരായണൻ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്ന് ഞാനല്ല പറയേണ്ടത് തോന്നുന്നു. പക്ഷേ ഞാൻ ഈ വലിയൊരു ചങ്ങലയുടെ ഒരു ചെറിയ കണ്ണിയായിട്ട് ഞാൻ തോന്നുന്നു, അല്ലെങ്കിൽ ചെറിയ കണ്ണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു പാട്ട് പാരമ്പര്യം തന്നെ നമുക്കുണ്ട്. പാട്ട് പ്രസ്ഥാനം തൊട്ട് ഇപ്പോൾ രാമചരിതം തുടങ്ങിയിട്ടുള്ള പാട്ട് പ്രസ്ഥാനം അത് നോക്കി തന്നെ കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ദ്രാവിഡ വൃത്തങ്ങളിലാവണം, യദുക വേണം, മോന തുടങ്ങിയ ലക്ഷണങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രാമചരിതം അതിന്ന് കണ്ണശ ഇതിലേക്ക് എത്തുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്വഭാവം മാറുന്നു. പിന്നെ അങ്ങനെ പാട്ട് പ്രസ്ഥാനം എഴുത്തച്ഛൻ വരുമ്പോൾ അതിൽ നിന്നും മാറുന്നു. ഇവിടെ നിന്ന് ഓരോ കാലഘട്ടത്തിലും അതിനു മുമ്പേ ഉള്ള കാലഘട്ടങ്ങൾക്ക് ദഹിക്കാത്തതോ ആയിട്ടുള്ള മാറ്റം എപ്പോഴും അങ്ങനെയാണല്ലോ. അങ്ങനെ ഒരു മാറ്റം വന്നിട്ട് ഉണ്ട്. ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നൃത്തനാടകങ്ങളിലെ പാട്ടുകളും ഒക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതിന് മുതുകുളത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ തന്നെ അത് കേട്ടൊരു കഥ ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഈ 38-ൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു വ്യക്തി, നമ്മുടെ കേരളത്തിലുള്ള ഒരു വ്യക്തി സ്വന്തമായിട്ടൊരു കഥ ഉണ്ടാക്കിയിട്ട് ഇവിടെ പോവുകയും തമിഴ്നാട്ടിൽ പോയി അന്നത്തെ സേലത്തോ അവിടെയുള്ള സുന്ദരം മുതലാളിയെ കാണുകയും സ്ഥിരമായിട്ട് സിനിമ എടുക്കുന്ന അന്ന് മലയാളം സിനിമകളൊന്നും വന്നിട്ടില്ല, നൃത്തനാടകങ്ങളുടെ ഭാഗമായിട്ടാണ്. ഇപ്പം 1924 പാവലക്കൊടി എന്ന് പറയുന്നത് കെ സുബ്രഹ്മണ്യം ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഒരു മുതലാളി പറഞ്ഞിട്ട് ആ നാടകം അവിടെ പെർഫോം ചെയ്തിരുന്ന നൃത്തനാടകം അതുപോലെ അതിലെ പാട്ടുകളും വെച്ചിട്ട് അത് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ചുവട് പിടിച്ചിട്ട് ആണ് ഇവിടെ പിന്നെയുള്ള പല സിനിമകളും വന്നിരുന്നത് എന്നാണ് നമ്മൾ കരുതേണ്ടത്. അപ്പം ഈ 1937 കാലത്ത് ഈ സുന്ദരൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം, വിധിയും മിസ്സിസ് നായരും എന്ന് പറയുന്ന ഒരു കഥ എഴുതിയിട്ട് ആ കഥ കൊണ്ടുപോയിട്ടാണ് സിനിമയാക്കുന്നത്. അദ്ദേഹം ഹൈദരാബാദിലേറ്റൊരു നടന്നൊരു സംഭവം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കഥ കൊണ്ടുപോയി ഇത് സിനിമയാക്കാൻ ഇദ്ദേഹം തയ്യാറായി മലയാളത്തിൽ. അങ്ങനെ അതിൻ്റെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നായികയെ കൊണ്ടുവന്നു. ഇതൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ സമയത്താണ് നായകനും, അതായത് സിനിമ ആഗ്രഹിച്ച് തിരക്കഥ കൊണ്ടുവന്ന ആളും നായകനും ഈ നായികയും കൂടിയിട്ട് ഒളിച്ചോടി പോകുന്നു 2 ദിവസം കഴിഞ്ഞപ്പോൾ. സ്ക്രിപ്റ്റും ഇല്ല, വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഇതെടുത്ത പ്രൊഡ്യൂസർ, തമിഴനായിട്ടുള്ള പ്രൊഡ്യൂസർ, അദ്ദേഹത്തിന് മലയാളം അറിയില്ല, എന്ത് വേണമെന്നറിയാതെ അതിലായിരുന്നു നമ്മുടെ സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതരുടെ അനിയൻ അതിലുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞ് അദ്ദേഹം സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതരെ ചെന്ന് കാണുകയും ഈ സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതരോട് പറയണം ഇതെങ്ങനെയെങ്കിലും ഒരു സ്ക്രിപ്റ്റ് ആക്കി തരണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് അന്ന് അദ്ദേഹം ഓച്ചിറവേലുക്കുട്ടിയൊക്കെ ആയിട്ട് നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ പറഞ്ഞ് ഇവിടെ നൃത്തനാടകങ്ങളേ ഉള്ളൂ, ഇത് കുറച്ചുകൂടി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആണ്. അപ്പോൾ ഒരു പുതിയൊരു പയ്യൻ എഴുതി വരുന്നുണ്ട്, കഥകളി ഒക്കെ ചെയ്ത, കഥകളി സ്വന്തമായിട്ട് ആട്ടക്കഥ എഴുതിയ ഒരാളാണ്. അപ്പോൾ ആ പയ്യനെ ചെന്ന് കാണുമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് എന്നിട്ട് ഈ പയ്യൻ്റെ അടുത്ത് കൊടുത്തു. കൊടുത്തപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഇതിങ്ങനെ എഴുതാൻ പറ്റില്ല, ഇങ്ങനെ ഈ കഥയെ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്നാൽ നിങ്ങൾ ഇതിനനുസരിച്ച് ഒരു കഥ എഴുതുമെന്ന് പറഞ്ഞു. അയാൾ ഒരു കഥ എഴുതി സീൻ കൊടുത്തപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു ഇത് നാടകത്തിൻ്റെ സീനാണ്, ഇത്രയും നീളത്തിലുള്ള ഒരു സീൻ പറ്റില്ല എന്നൊന്നു. അങ്ങനെ അദ്ദേഹം ചെറുതാക്കി എൻ്റെ ഇടയ്ക്കൊക്കെ പാട്ട് വന്നു. 23 പാട്ടുകൾ ഉണ്ടായി. ആ പാട്ടുകൾ എഴുതിയ ആളാണ് മുതുകുളം. അവിടെ നിന്ന്
അഭയദേവിലേക്ക് എത്തുന്ന സമയം, അല്ലെങ്കിൽ അവിടെ നിന്ന് ജി ശങ്കരക്കുറുപ്പിനെ പോലുള്ളവരും പുത്തങ്കാവ് മാത്തന്തരകനെ പോലുള്ളവരും എഴുതുമ്പോൾ ഒക്കെ നമ്മൾ ചിന്തിക്കുന്നത്, ഇപ്പോൾ മുതുകുളം തന്നെ എഴുതി പറഞ്ഞു കേട്ടുന്നത് തേയിലത്തോട്ടത്തിലെ എന്ന് പറയുന്ന ഒരു തമിഴ് പാട്ടിൻ്റെ ചുവട് പിടിച്ചാണ് ജാതകദോഷത്തിലെ എന്ന് പറയുന്ന ഇത് എഴുതിയിരിക്കുന്നത്. പിന്നെ അവിടുന്ന് വന്ന പലർക്കും, ഈവൻ ജി ശങ്കരക്കുറുപ്പിന് പോലും ഈണം വച്ചിട്ടുള്ള ഒരു പാട്ടാണ് എഴുതാൻ ഏതെങ്കിലും നിയതമായിട്ടുള്ള ഒരു ഈണത്തിനനുസരിച്ചാണ്. ആ ഈണത്തിനനുസരിച്ച് അവർ എഴുതി വന്ന് അടുത്ത ഒരു അഭയദേവനെ പോലുള്ളവർ വരുമ്പോഴും ഇത് തുടർന്നിട്ടുണ്ട്. എന്തിന് ഭാസ്കരൻ മാഷ്ക്കും ഇപ്പം ഈ സുഹാനി രാത്തിനെ പോലെയാണ് അകാലെ ആര് കൈവിടും. അവിടെ നിന്ന് പിന്നീട് ഒരു പക്ഷേ ഇതിന് മാറ്റം വന്നൊരു സിനിമ എന്ന് നമുക്ക് ചിന്തിക്കാവുന്നത് ഈ പറയുന്ന നീലക്കുയിൽ വരുമ്പോഴാണ്. അതൊരു കോഴിക്കോട് ആകാശവാണിയായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അതിലൊരു സംവിധായകനായിരുന്നു രാമുകാര്യാട്ടിനൊപ്പം ഭാസ്കരൻ മാഷ്. അവിടെ നിന്ന് അവർ ചെയ്ത ഒരു പാട്ടുകളിൽ നിന്നൊരു പക്ഷേ നമുക്ക് വരി എഴുതിയിട്ട് കവിത ചോർന്നു പോകാതെ ഈണപ്പെടുത്താം എന്നുള്ള ഒരു ഭാഗ്യം, അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ ആ സമയത്ത് അന്ന് ജി ശങ്കരക്കുറുപ്പിന് ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. അതുപോലെ നമ്മൾ എനിക്ക് തോന്നിയത്, അങ്ങനെ എഴുതാൻ ഒരുപക്ഷെ മലയാളത്തിൽ അങ്ങനെ പാട്ടുകൾ എഴുതാൻ ഭാഗ്യം കിട്ടാത്ത ഒരാൾ ഒരുപക്ഷെ എഴുതിയിരുന്നെങ്കിൽ സുന്ദരമായിട്ടുള്ള പാട്ടുകൾ ഇവിടെ ഉണ്ടാവുമായിരുന്ന ഒരാൾ ചങ്ങമ്പുഴയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിനും പിന്നീട് സിനിമ പിന്നെ കുറേ കാലമെടുത്തു ചലച്ചിത്ര ഗാനങ്ങൾ വരാനായിട്ട്. അപ്പോൾ പിന്നീട് അത്തരത്തിൽ വരി എഴുതിയിട്ടുള്ള പാട്ടുകൾ വന്നു. ഈ വരി എഴുതിയിട്ടുള്ള പാട്ടുകൾ വരുമ്പോഴും അപ്പോഴും സലിൽ ചൗധരിയുടെ പാട്ടുകളിലൊക്കെ വയലാറാണെങ്കിലും ഒ എൻ വി സാറാണെങ്കിലും തമ്പി സാറാണെങ്കിലും അവർ അതിനാണ് ആ ഈണത്തിനാണ് എഴുതിയത്. ആ വരി എഴുതിയിട്ട് ഈണപ്പെടുത്തുക എന്ന് പറയുന്ന രീതി വരികയും നമ്മൾ ഇന്നും നെഞ്ചിൽ ചേർക്കുന്ന പാട്ടുകൾ വരികയും ചെയ്തു. അവിടെ നിന്ന് വീണ്ടും മാറ്റങ്ങൾ വന്നു. രാജാ സാറും അല്ലെങ്കിൽ വേറെ, അതായത് അന്യഭാഷയിൽ നിന്നുള്ള സംഗീത സംവിധായകർ വന്നതോടുകൂടിയിട്ട് ഈണപ്പെടുത്തി വരി എഴുതുക എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നു. അത് പിന്നെയും പുരോഗമിച്ച് ഈ ഈണത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പല്ലവി അനുപല്ലവി ചരണം എന്ന് പറയുന്ന രീതി മാറി പല്ലവി വരിക, ഹുക്ക് ലൈൻ വരിക, അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് വന്നു. ഒരു പക്ഷേ ഇതൊക്കെ അപ്ലൈഡ് ആർട്ടായതുകൊണ്ട് തോന്നുന്നു സംവിധായകൻ ആഗ്രഹിക്കുന്നത് കൊടുക്കുകയാണ് എല്ലാവരും. സ്വന്തമായിട്ടുള്ള എഴുത്തല്ല ഒരു ഇതിലും വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പാട്ടുകൾ വന്നു. പിന്നെ സൗണ്ടിങ്ങുകൾക്ക് വലിയ പ്രാധാന്യം വന്നു. ഇപ്പോൾ സത്യനാരായണ അന്തിക്കാട് സാറൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗിരീഷേട്ടൻ ഈ ആറ്റിൻകരയോരത്തെ എന്ന് പറയുന്ന പാട്ടിന് വരി എഴുതിയത് വേറൊരു വരിയായിരുന്നു. പക്ഷേ സത്യൻ സാറിന് ഓക്കെ ആയിരുന്നു അത്. അപ്പോഴാണ് രാജസാറ് പറഞ്ഞത്, എനിക്ക് ടാറ്റ എന്ന് പറയുന്ന വരി വരുന്ന രീതിയിലാണ് ഈ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് ആറ്റിൻകരയോരത്തെ ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ എന്ന് പറഞ്ഞ ടാ എന്ന് വെച്ചിട്ട്. അപ്പം അത്തരത്തിൽ സൗണ്ടിങ്ങുകൾക്ക് ഒക്കെ പ്രാധാന്യം വരുന്ന രീതിയിൽ പാട്ടുകളുടെ ഒരു സ്വഭാവം മാറി. പിന്നെ ഇന്ന് എനിക്ക് തോന്നുന്നു കുറേ കൂടി അവിടെ നിന്ന് മാറിയിട്ട് അപ്പോഴും നമുക്കിപ്പോൾ ഈ മലയാളം പാട്ടുകളിൽ വേറൊരു തരം ബിംബങ്ങൾ, ഇപ്പോൾ തമിഴ് പാട്ടുകളിലൊക്കെ ഒരു കാലത്ത് ആകാശത്ത് ചന്ദ്രൻ, ഒരു ലവ് സോങ്ങിലാണ് ആകാശത്ത് ചന്ദ്രൻ ഈ ദോശത്തട്ടിൽ ഓംലെറ്റ് ഒഴിച്ച പോലെ എന്ന് പറയുന്ന ഒരു ഉപമ വന്നിരുന്നു. പിന്നെ നിൻ്റെ പേര് വെണ്ടയ്ക്ക എന്നൊക്കെ പറയുന്ന പോലത്തെ പാട്ടുകൾ അത് ആക്സെപ്റ്റ് ചെയ്തിരുന്നു. നമ്മുടെ അവിടെ അങ്ങനെ ഒന്നും ആയിക്കഴിഞ്ഞാൽ അത് അങ്ങനെ പാട്ടുകൾ വന്നിട്ടുണ്ടാവും, അതൊരു തമാശപ്പാട്ടായിട്ടാണ് പലപ്പോഴും കണ്ടിരുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ആ അവസ്ഥ നമ്മുടെ അവിടെ മാറുന്നു. പലതരത്തിലുള്ള ഭാഷകളെ ആഗിരണം ചെയ്ത് ഇവിടെ വരുന്നു. റാപ്പുകൾ വരുന്നു, ശക്തമായിട്ടുള്ള റാപ്പുകൾ വരുന്നു. ആ റാപ്പ് സോങ്ങിനുള്ളൊരു ജനങ്ങളിൽ സ്വാധീനം വരുന്നു. ഒരു പക്ഷേ നമ്മളിപ്പോൾ ഇതിനിടയ്ക്കൊക്കെ ഇപ്പോൾ നമ്മളുടെ മനസ്സിലുള്ളൊരു കവിത എന്ന് പറയുന്നത് പോയി എന്ന് പറയുന്നവരുണ്ടാവാം. കവിതയിലും ആ പറയുന്ന മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന കവിത എന്ന് പറയുന്നതിലും ആ മാറ്റം വന്നിട്ടുണ്ട്. അപ്പം ആ തരത്തിൽ മാറ്റങ്ങൾ വരുന്നു. പുതിയ വാക്കുകൾ, ഭാഷകൾ, പല ഭാഷകളിൽ നിന്നുള്ള വാക്കുകൾ നമ്മൾ കടം കൊള്ളുന്നു. ആ രീതിയിൽ ഹുക്ക് ലൈൻ എന്ന് പറയുന്ന ഒന്ന് വരുന്നു. ഇതിന് വളരെ ഇതായിട്ടാണ് ഈ ഇൻസ്റ്റയുടെ ഒരു സ്വാധീനം എന്ന് പറയുന്നത്. നമ്മളൊക്കെ
90 സെക്കൻഡിലേക്കും 30 സെക്കൻഡിലേക്കും ഒരുങ്ങിയ ആളാണ്. അപ്പോൾ ഒരിക്കൽ ഒരാൾ പറഞ്ഞത് നല്ലൊരു ഒബ്സർവേഷനാണ്. അതായത് ഒരു പാട്ട് പല്ലവി അനുപല്ലവി എന്നുള്ളതിനപ്പുറം ഇൻസ്റ്റയിൽ നമുക്കൊരു റീലായിട്ട് മാറ്റുമ്പോൾ ഒരു 30 സെക്കൻഡാണ് നമുക്ക് കേൾക്കുന്നത്, അല്ലെങ്കിൽ അത്രയും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആ 30 സെക്കൻഡിനുള്ള ഒരു ഭാഗം അതിൽ വെക്കുക. അപ്പോൾ അങ്ങനെ 30 സെക്കൻഡിൻ്റെ ഭാഗങ്ങളായിട്ട് വയ്ക്കുമ്പോൾ അത്രയും ഇതിലേക്ക് എത്തും. അതിനെ കുറ്റം പറയാൻ പറ്റില്ല. ഇത് പ്രചരിക്കുക എന്നുള്ളതാണ്. ഇതൊരു ഇന്ന് സിനിമയുടെ ഒരു പ്രമോഷൻ്റെ ഭാഗം കൂടിയാണ് പാട്ട്. അങ്ങനെ കൂടി അതിനെ കാണുന്നുണ്ട്. ഒരു സിനിമ എത്തുന്നു എന്നുള്ളത് അറിയിക്കുന്നതിൻ്റെ ഭാഗം കൂടിയായിട്ട് പാട്ടിനെ കാണുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ പാട്ട് രൂപാന്തരം വന്ന് പല രീതിയിൽ പോകുന്നുണ്ട്. അതിൽ വലിയൊരു കാര്യം തോന്നിയത് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പലതരത്തിലുള്ള മൃദുലാദേവിയൊക്കെ പോലെ ഉള്ളവർ വേറെ രീതിയിലുള്ള ഭാഷകൾ വന്നു. ഇപ്പോൾ ഭാഷയിൽ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തുള്ള ഓരോ സമൂഹങ്ങളുടെ ഓരോ നാടുകളിലെ ഭാഷകൾ പാട്ടിൽ സിനിമയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ മാർജിനലൈസ് ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ നാട്ടുഭാഷകൾ ഒക്കെ മറ്റൊരു മെയിൻ ഭാഷ അല്ലെങ്കിൽ വള്ളുവനാടൻ ഭാഷ എന്ന് വിചാരിച്ചതിൽ നിന്ന് പലതരം ഭാഷകൾ ഈ പാട്ടിൽ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പാട്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വേഗമുള്ള തീവണ്ടി പോലെ രൂപവും സ്വഭാവവും ഒക്കെ ആയിട്ട് മാറുന്ന സമയത്ത് പ്രസക്തമോ അപ്രസക്തമോ അല്ലാത്ത ഒരു ബോഗിയായിട്ട് ഞാൻ നിൽക്കുന്നു എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഒരു കാലത്ത് ഒരു പാട്ടെഴുത്തുകാരനാവണം എന്ന അങ്ങനെ ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കറിയാത്തൊരു പ്രോസസ്സാണ്. കവിത എഴുതിയിരുന്നു. കവിത ആ സമയത്തൊക്കെ ചില ആനുകാലികങ്ങളിലൊക്കെ വന്നൊരു സമയത്ത് വളരെ യാദൃച്ഛികമായിട്ട് എൻ്റെ നാട്ടിൽ കുന്നംകുളത്ത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ കുന്നംകുളത്ത് ഇട്ടിമാണി ഹോസ്പിറ്റലിൻ്റെ ക്യാൻറ്റീനിൽ ഇവരൊത്തുകൂടും. ഉണ്ണി നമ്പ്യാർ എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ചെയ്യാൻ പാഷനേറ്റായിട്ടുള്ള ഒരു സുഹൃത്ത് ഉണ്ണിയുണ്ട്. പിന്നെ അതിന് വേണ്ടി ഉദയേട്ടൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കീബോർഡ് ചെയ്യുന്ന ഒരാളുണ്ട്. അതിനൊപ്പം രാജേഷ് എന്ന് പറഞ്ഞൊരു സുഹൃത്താണ്. അത് രാജേഷാണ് ഇവരെ എന്നായിട്ട് കണക്ട് ചെയ്യുന്നത്. രാജേഷ് ഗിറ്റാറൊക്കെ വായിക്കുന്ന ആളാണ്. രാജേഷിൻ്റെ കൂടെ പോയിട്ട് ഈ ആശുപത്രി ക്യാൻറ്റീനിൽ നല്ല സുഖിയനും മറ്റേ ലൈം ജ്യൂസും കിട്ടി. ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയിരുന്നത്. അപ്പോൾ അവിടെ ഇവരൊരു ഒരു ഒരു ആൽബം, ഇന്ന് ആൽബങ്ങളുടെ അവസ്ഥ ഇല്ല, ഞാൻ പറയുന്നത് 2009 ആ സമയത്ത് ഒരു ആൽബം ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊക്കെ ഇങ്ങനെ ഒരുങ്ങിക്കൂടിയിരിക്കുന്ന അവസ്ഥയിൽ ഈ പാട്ട് എഴുതുന്ന ആൾക്ക് പർട്ടിക്കുലറായിട്ടൊരു ട്യൂൺ വന്നു. ആ പാട്ട് എഴുതാൻ വിചാരിച്ചിരുന്ന ഒരാൾക്ക് ഒരു അസൗകര്യം വന്നു. അങ്ങനെ അപ്പോൾ ഏതോ ഒരു പാടാനുള്ള ഒരു ഗായകൻ്റെയോ ഗായികയുടെയോ ഡേറ്റ്, സിംഗറുടെ ഡേറ്റ് ഇവരെടുത്തിട്ടുണ്ട്. അപ്പം അന്നേക്ക് പാട്ടാവണം, ട്യൂണുണ്ട്. അങ്ങനെ എന്നോടിങ്ങനെ ചോദിച്ച് ഞാൻ വെറുതെ എന്തോ ഒരു 4 വരി പറഞ്ഞു, അക്ഷരം ഉപയോഗിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക്. പിന്നെ അതെൻ്റെ ആ പാട്ട് എഴുതാൻ എന്നെ ചുമതലപ്പെടുത്തി. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ഈണത്തിനാണ്, എനിക്കത് ശീലമില്ല. അങ്ങനെ എഴുതി. ഈ രാജേഷ് ഇങ്ങനെ ട്യൂൺ പറഞ്ഞു തന്ന് ഞാൻ 1 പാട്ട് എഴുതി, 2 പാട്ട് എഴുതി, 3 പാട്ട് എഴുതി, 5 പാട്ട് എഴുതി. 5 പാട്ട് എഴുതി കഴിഞ്ഞ് രാജേഷിൻ്റെ വേറൊരു കോമൺ ഫ്രണ്ട് ഉണ്ട്, ഗിരിജൻ എന്നുണ്ട്, കമലൻ എന്ന് വിളിക്കുന്ന ഞങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒരു ആൽബത്തിൽ എഴുതി. അപ്പോൾ ഈ ഉണ്ണി എന്ന് പറയുന്ന ആൾക്ക് അന്ന് പ്രത്യേകിച്ച് അവന് ജോലിയില്ല, എനിക്കും അങ്ങനെ കൂടുതൽ വലിയ ജോലികളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഈ സംസാരിച്ച് അപ്പോൾ അവനൊരു ട്യൂണ് രാവിലെ ഉണ്ടാക്കും, ഫോണിൽ വിളിക്കും. വാട്സപ്പൊന്നുമില്ലല്ലോ, ഫോണിൽ വാട്സപ്പ് നമ്മുടെ അവിടെയൊക്കെ ആക്റ്റീവ് ആവുന്നത് 2010 ശേഷമാണല്ലോ. അപ്പോൾ പറയും, ഞാൻ അതിനനുസരിച്ച് ഒരു വരി എഴുതും. പ്രത്യേകിച്ച് അർത്ഥമുണ്ടോയെന്നുള്ള ഒരു വാചകം ഉണ്ടാവും, അല്ലാതെ ഒരു കോൺസെപ്റ്റ് ഒന്നും ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എഴുതി ഞങ്ങളൊരു 100 പല്ലവിയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഈണത്തിന് എഴുതുക എന്നുള്ളത് ഒരു ശീലമാവുന്ന ഒരു പ്രോസസ്സ് അങ്ങനെ സംഭവിച്ചു. അത് കഴിഞ്ഞ് പിന്നീടാണ് എൻ്റെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള, ഇന്ന് എന്നോടൊപ്പം ഇല്ലാത്ത, ഒരുപക്ഷെ ഞാൻ സിനിമയിൽ പാട്ട് എഴുതുന്ന ഒരാളാവാൻ കാരണക്കാരനായിട്ടുള്ള ജയൻ, അദ്ദേഹം ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അയാൾ എന്നെ ഉണ്ണി സാറിന് പരിചയപ്പെടുത്തി, ഇവൻ പാട്ട് എഴുതുന്നു പറഞ്ഞു. അങ്ങനെ ദ ത്രില്ലറിലെ പാട്ടുകൾ എനിക്ക് ഉണ്ണി സാർ ട്യൂൺ അയച്ചു തന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഈണത്തിന് എഴുതാൻ അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഈണത്തിന് എഴുതാൻ ഞാൻ ഈ രീതിയിൽ പഠിച്ചിട്ടുണ്ട്, ഞാനൊരു ധൈര്യത്തിനാവാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിൽ 2 പാട്ടുകൾ എഴുതി. അങ്ങനെയാണ് ഒരു പക്ഷേ ഞാൻ സിനിമയിലേക്ക് എത്തുന്നത്. സിനിമ എത്തിക്കഴിഞ്ഞ് പക്ഷേ അതിനൊക്കെ പോകെ അത് ഈ 2010 ഇത് സംഭവിച്ചെങ്കിലും 2013 വന്ന ഓലഞ്ഞാലിക്കുരുവി, അതിൽ 83 പാട്ടും
ഒക്കെയാണ് എനിക്ക് ഇവിടെ ഒരു ഇടം ഉണ്ടാക്കി തന്നത്. അപ്പോഴും ഈ ഇത് എഴുതി കഴിഞ്ഞപ്പോൾ, ഈ ത്രില്ലറിലൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ഇതൊരു രസമുണ്ട് എന്ന് തോന്നി ആ ഒരു പ്രോസസ്സ്. സത്യത്തിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ആഗ്രഹിച്ചു വന്ന ആളല്ല, പക്ഷേ ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു രുചി നമുക്ക് ഇഷ്ടാവുക എന്ന് പറയില്ലേ, അങ്ങനെ ഇഷ്ടമായിട്ട് ആ ഒരു പോക്കിങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അത് ഓർമ്മിക്കാതെ പോകുന്നതും ശരിയല്ല. കാരണം അവരൊക്കെ കൊണ്ട ഒരു വെയിലാണ് ഞങ്ങൾ എന്തെങ്കിലും ഒരു തണൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ വലിയ തണൽ. ആദ്യം സംസാരിച്ചത് മുതുകുളത്തിനെ പറ്റിയിട്ടാണ്. കമൽ സാർ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലോ, സംവിധായകനായിട്ടുള്ള കമൽ സാർ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലോ ഇതിലോ എഴുതിയിട്ടുണ്ട്. പറയുന്നത് ഇങ്ങനെയാണ്. കമൽ സാറ് അപ്പോൾ അന്ന് കമൽ സാറിൻ്റെ ഫാമിലിയിൽ അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ട്. അദ്ദേഹം സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ സലീം ബടിയത്തിനെ പോലുള്ളവരൊക്കെ ഉണ്ട്. സിനിമ ചെയ്യാൻ ആഗ്രഹമായിട്ട് അദ്ദേഹം ചെന്നൈയിൽ ചെന്ന സമയത്ത് വീട്ടിൽ നിന്നാണ് മണി ഓർഡർ വരിക. അപ്പോൾ അത് മേടിക്കും, ആ ചിലവിന് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ചിലവ് വാങ്ങി. അപ്പോൾ ഒരിക്കൽ പോസ്റ്റ് ഓഫീസിലേക്ക് മണി ഓർഡർ വാങ്ങാൻ പോയപ്പോൾ ഒരു വയസ്സായിട്ടുള്ള ഒരാൾ അവിടെ ഇരിക്കുന്നത് കണ്ടു കമൽ സാർ. ഞാൻ പറയുന്ന കഥ ഇങ്ങനെ തന്നെയാണോ എന്നറിയില്ല, എന്നാലും അതിൻ്റെ ആശയം എങ്ങനെയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ കമൽ സാറിൻ്റെ മണി ഓർഡർ വന്നു. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ തിരിച്ച് നടന്ന് പോവുകയാണ് അദ്ദേഹം. ചുമയുണ്ട്, വയ്യാതെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇദ്ദേഹം എന്തേ പൈസ വന്നില്ല, പൈസ വല്ലതും വേണോ എന്ന് ചോദിച്ചു. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞു കമൽ സാർ. വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ എന്താ ഇവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ സിനിമയിൽ കയറാനോ സിനിമ പഠിക്കാൻ വന്നതാണോ എന്നോ എന്തോ കമൽ സാർ പറഞ്ഞു. അപ്പോൾ ഈ വയസ്സായ അദ്ദേഹം ഒരു നോട്ടം നോക്കി എന്ന് പറഞ്ഞു. ആ നോട്ടം നോക്കിയ മനുഷ്യൻ്റെ പേര് മുതുകുളം രാഘവൻ പിള്ള എന്നാണ്. ആ മനുഷ്യൻ വന്നത് അന്ന് കേരള സർക്കാർ വളരെ തുച്ഛമായിട്ടുള്ള എന്തോ ഒരു പൈസ പെൻഷനായിട്ട്, അന്നത്തെ ഒരു പൈസ തുച്ഛം, ഞാൻ അങ്ങനെയല്ല, അതിനെ വില കുറച്ച് കാണുകയല്ല, കേരള സർക്കാർ ഒരു പൈസ കൊടുക്കുന്നുണ്ട്. ആ പൈസ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. നമ്മൾ ചിന്തിക്കണം, ഈ ജീവിച്ച വ്യക്തി മലയാള സിനിമയിലെ ആദ്യത്തെ ശബ്ദമുള്ള സിനിമയുടെ തിരക്കഥാകൃത്താണ്, ആദ്യത്തെ ഗാനരചയിതാവാണ്, നടനാണ്, നാടകകൃത്താണ്. അദ്ദേഹം അവസാന കാലത്ത് അനുഭവിച്ചിരുന്ന കാലത്തെ ഒരു അനുഭവ സാക്ഷ്യമാണ് കമൽ സാർ പറഞ്ഞത്. അപ്പോൾ അവരൊക്കെ കൊണ്ട വലിയൊരു വെയിലുണ്ട്. ആ വെയിൽ ഞങ്ങൾക്ക് തണലായിട്ട് ആ തണലിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ആ തണലിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരുടെ ബാഗേജും അവർ ചെയ്തു വെച്ച കാര്യങ്ങളും അവരെക്കുറിച്ച് ഓർക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ വ്യക്തിപരമായിട്ട്, തികച്ചും വ്യക്തിപരമാണ്, അവരൊക്കെ ചെയ്തതിൻ്റെ അത്രയും ചെയ്യാനാവാത്ത പരിമിത ശേഷനാണ് ഞാൻ എന്നൊരു ബോധ്യമുണ്ട്. 1% പോലും വിനയമല്ല, ആത്മബോധ്യമാണ്, അതുണ്ട്.